എടക്കര സ്വദേശി അയ്യൂബ് എന്നാണ് എൻ്റെ പേര്. ഞാനിങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പള്ളിയിലെ ഖതീബും മദ്രസാധ്യാപകനുമൊക്കെയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ സാന്ദർഭികവശായി അബുൽ ഹസൻ ചേകന്നൂർ മൗലവിയുടെ ഒരു പുസ്തകം വായിക്കാനിടയായി. അങ്ങനെ വായിച്ചപ്പോൾ ഇസ്റാ മിറാജ് എന്ന പുസ്തകമാണ് എൻ്റെ കയ്യിൽ ലഭിച്ചത്. ഞാനതിങ്ങനെ വായിച്ചപ്പോൾ അതിൽ പറഞ്ഞ ഹദീസ് ബുഖാരിയിൽ പരിശോധിക്കുകയും അത് കണ്ടതിന് ശേഷം ബന്ധപ്പെട്ടവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ വ്യക്തമായൊരു മറുപടി പറയാൻ അവർക്കാർക്കും കഴിയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും തുടർന്ന് പഠിക്കുവാനൊരു വേദി കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ഭാഗങ്ങളിലൊന്നും അതിനു പറ്റിയ വേദികളില്ല. ഉള്ളവരൊക്കെ വീടുകളിൽ അവർ തനിച്ചാണ്. അതായത് ഏതെങ്കിലും ഒരാൾ ആ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഒരു അംഗമായാൽ വീട്ടുകാർ, മക്കൾ, നാട്ടുകാരെ അയാൾ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ ആ ഭാഗത്തൊന്നും ഇപ്പോൾ എടക്കര ഇവിടെ അടുത്ത പ്രദേശമാണ്. അതുമായി പഠിക്കുന്നവർ വളരെ വിരളമാണ്. കാരണം സമൂഹം ഒറ്റപ്പെടുത്തുന്നു. ഈ ഒറ്റപ്പെടുത്തൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അബുൽ ഹസൻ ചേകന്നൂർ മൗലവിയെ കൊന്നത് അദ്ദേഹം ചെയ്ത തെറ്റ് ഖുർആൻ മാത്രമാണ് പ്രമാണം, വേറെയൊന്നും പ്രമാണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തെ പറയാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം പള്ളി ദർസിൻ്റെ മൂലയിലിരുന്ന് ഒരുപാട് കാലം ത്യാഗം സഹിച്ച് വേദഗ്രന്ഥം ഖുർആൻ അതോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ പഠിച്ചപ്പോൾ ഖുർആൻ മാത്രമേ സത്യമുള്ളൂ, മറ്റൊക്കെ മിഥ്യയാണെന്ന് അയാൾക്ക് തോന്നി. അപ്പം ഞാനും പള്ളി ദർസിൽ പഠിച്ച ആളാണ്. എനിക്കറിയാം അവിടെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ ഖുർആനുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. ഇസ്രായേലിയാത്തുകളാണ് ധാരാളം പഠിപ്പിക്കുന്നത്. പക്ഷെ അവർക്ക് മറുപടി പറയുന്നതിന് പകരം അവരെ കൊല്ലുകയാണ് ചെയ്തത്. ഇവിടെ മാത്രമല്ലത്, പാകിസ്ഥാനിലെ അബ്ദുൽ വദൂദ് ചേകന്നൂരുമായി ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം ഇതേ വാദക്കാരനായി. അതായത് മുആവിയ ഭരണകാലത്ത് ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ ആശയങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്ന 3/4%. പക്ഷേ ഇന്ന് സാധാരണക്കാരായ ആളുകളോട് ഈ ആശയം പറഞ്ഞാൽ ഖുർആൻ മാത്രമാണ് സത്യം, അല്ലെങ്കിൽ ഖുർആനിലില്ലാത്തതൊന്നും മതത്തിലില്ല, ഖുർആനുള്ളത് മാത്രമേ മതമായി അംഗീകരിക്കേണ്ടതുള്ളൂ, മറ്റൊക്കെ നാട്ടാചാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഓനെ വീട്ടുകാർ, നാട്ടുകാർ എല്ലാം ഒറ്റപ്പെടുത്തുന്നു. എന്താണ് അതിന് കാരണം? പാരമ്പര്യമായി നിലനിന്നു പോകുന്നൊരു സംഗതി. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനുമായി സമൂഹത്തിൻ്റെയൊക്കെ ഇറങ്ങിച്ചെന്നപ്പോൾ അവർ പറഞ്ഞ വാക്കു ഇതന്നെയായിരുന്നു: മുഹമ്മദേ, നീ എന്തായി പറയുന്നേ? ഞങ്ങൾ കാലങ്ങളോളമായി ചെയ്തു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളാണിത്. അതേ ആശയം തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾ എന്നല്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഖുർആൻ ഇപ്പം പ്രമാണം എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇതന്നെയാണ് ഈ മുജാഹിദും സുന്നിയും ജമാഅത്തെ ഇസ്ലാമിയും പേരുള്ള സംഘടനയും ഇല്ലാത്ത സംഘടനയും ഒക്കെ പറയുന്നത് ഖുർആൻ മാത്രമല്ല, ഖുർആനിൻ്റെ കൂടെ ഒരു ഹദീസ് എന്ന് ഫബിയ്യ ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ ഖുർആൻ പറഞ്ഞാണ്. ഖുർആൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വൃത്താന്തം സത്യമായിട്ടുള്ളത്. അതിനപ്പുറം വേറെന്തൊരു വൃത്താന്തമാണ്, വേറൊരു എന്ത് മണ്ണാങ്കട്ടയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഖുർആൻ ചോദിക്കുന്നത്. പക്ഷെ സമൂഹം ഖുർആനിൻ്റെ കൂടെ, ഖുർആൻ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കെ ഖുർആൻ്റെ കൂടെ ഒരു ഹദീസ്, ഒരു പ്രമാണം, അതും തികയാഞ്ഞിട്ട് ഇജ്മാ. എന്താ ഇജ്മാ? ഏതെങ്കിലും കാലത്തിലെ പണ്ഡിതന്മാർ കൂടി മേശക്ക് ചുറ്റും ഇത് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ. അതിനും പുറമെ ഖിയാസ്. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാക്കി, തെളിവുകൾ ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നോക്കൂ, നിസ്കാരം, പ്രധാനപ്പെട്ട സംഗതി നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ തുടങ്ങി ഓരോ കർമ്മങ്ങൾ എടുത്ത് പരിശോധിച്ച് ഖുർആനിൽ പറഞ്ഞതപ്പോൾ കുറച്ച് ആളുകൾ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞ് ചെയ്യുന്നേ ഇല്ല, ഹദീസിൽ പറഞ്ഞതാണ് ചെയ്യുന്നത്. ഇപ്പം അടുത്ത കാലത്ത് മുജാഹിദ് മൂന്നാമത്തെ ഒരു പിളർപ്പിലേക്ക് വരുന്നുണ്ട്. അതെന്താണ്? ഹദീസിൻ്റെ ഖബർ വാഹിദ് അംഗീകരിക്കണോ അതായത് ബുഖാരി ഇത്രയും കാലം ലഈഫില്ല എന്നായിരുന്നു ഒരു ഭാഗം പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയുന്നത് ബുഖാരിയിലും ലഈഫുണ്ട്. ഈ കക്ഷികൾ തമ്മിൽ ശത്രുക്കളായി. അവർ പരസ്പരം മാസികകളും ലേഖനങ്ങളും ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും നടന്നു. പരസ്പരം മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടിൽ നിന്ന് ഭിന്നിച്ച് ശത്രുതാ മനോഭാവം വളർന്നു വന്നു. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു സമൂഹം
ഒറ്റ ഒരു ഉമ്മത്താണ്, ഒരു സമൂഹമാണ്. ജാതിയോ മതമോ തന്നെ ഖുർആനിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ കുറവാണ്. നോക്കൂ, ഹുദല്ലിന്നാസ് എന്ന ഖുർആനെ കുറിച്ച് പറയുന്നത് മനുഷ്യരെ നന്നാക്കാൻ എന്നാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നില്ല. മനുഷ്യർ, അത് ഏത് ജാതിയോ ഏത് മതമോ ഏത് വർഗമോ എന്തോ ആവട്ടെ, മനുഷ്യരാണോ അവർക്ക് നന്നാവണോ, നന്നാവാനുള്ള നിയമാവലികളാണ് ഈ ഖുർആനിലുള്ളത്. അത് ഇറക്കിയത് ആരാണ്? റബ്ബുൽ ആലമീൻ. മുസ്ലിങ്ങളുടെ മാത്രമല്ലല്ലോ അള്ളാഹു ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന സംവിധായകനാണ്. അവനാണ് അള്ളാഹ്. അവൻ മനുഷ്യനെ ഇറക്കിയതാണ്. മുഹമ്മദ് മുഖേനയാണ് ഖുർആൻ. മുഹമ്മദ് ആരാണ്? മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനാണ്. ഖുർആൻ പറഞ്ഞാൽ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് നിയോഗിക്കപ്പെട്ട ആളാണ് മുഹമ്മദ് നബി. ആ ലോകത്തിന് വഴികാട്ടിയാണ് ഖുർആൻ. അത് അവതരിപ്പിക്കുന്നതും മുഹമ്മദ് നബിയാണ്. അള്ളാഹുവാണ് നൽകുന്നത്. ഇവിടെയൊന്നും ഇങ്ങനെ ഒരു വിഭാഗത്തെ വേർതിരിച്ചു പറയുന്നില്ല. മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനായോ മുസ്ലിങ്ങളുടെ ഒരു വേദഗ്രന്ഥമായോ പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മളുടെ സങ്കുചിതത്തിനു വേണ്ടി നാം ആക്കി തീർത്തതാണത്. ശരി, ഈ മുഹമ്മദ് നബി ഖുർആന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ഈ ഹദീസ് ഉണ്ടായത്? ഖുർആൻ വിശദീകരിച്ചത് മുഹമ്മദ് നബിയല്ലേ? നോക്കൂ, മുഹമ്മദ് നബിയെ ഈ ഹദീസ് കൊണ്ടുവന്നത് അയാളെ തന്നെ വികൃതമാക്കി, അയാളുടെ സ്വഭാവം, അയാളുടെ ജീവിതചര്യ, സംസ്കാരം ശൂന്യമാണെന്ന് വരുത്തി തീർത്തതാണ്. ഡെൻമാർക്ക് പറഞ്ഞതല്ല. ഇപ്പൊ ഖുർആനിൽ ബഹുഭാരിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിനെ കുറിച്ച് ആദ്യം പറയുന്നത് അയാൾ 11 പെണ്ണെട്ടി, അതിനും പോരാത്തത് ഒരു അടിമ സ്ത്രീയെയും കെട്ടി. ഇങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് കേട്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന ഒരു കഥയാക്കി മാറ്റിയത് ഈ ഹദീസുകാരാണ്. ഖുർആൻ നബിയുടെ വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും പരാമർശിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഖുർആനിൽ സൂറത്തു നിസാ വായിച്ചാൽ തിരിയും, 4 വിവാഹമേ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ നിയമാവലികൾക്ക് വിധേയമാണത്, ചില സാഹചര്യങ്ങൾക്കാണത്. അത് പഠിപ്പിക്കാൻ വന്ന ആൾ പോയിട്ട് ഒരു 10-15 ഉണ്ടാക്കി ഓരോ രംഗം എടുത്ത് പരിശോധിച്ചാലും മുഹമ്മദിയുടെ സ്വഭാവത്തെ വെച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ആ മഹത്വമായ സ്വഭാവത്തിൻ്റെ ഉടമയെ വികൃതമാക്കുന്നത് ഇതിനു പുറമെ അടിമയായ ഒരു മാരിയത്തുൽ കുബത്തിൽ നിന്നൊരു ഇബ്രാഹിം എന്നൊരു കുട്ടി ജനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവിടെ തുടങ്ങി ഓരോ രംഗത്തും, യുദ്ധരംഗത്തെടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ രംഗത്തെടുത്ത് പരിശോധിച്ചാൽ ഖുർആനിൽ നിന്നെതിരായി പ്രവാചകനൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ്, അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതര ഇസ്ലാം അല്ലാത്ത ആളുകളോട് കൂടി യുദ്ധം ചെയ്യലാണെന്ന് തോന്നിപ്പോകുന്നു. ബദറിൽ നോക്കൂ, ബദറിൽ നബിൻ്റെ കൂടെ യുദ്ധം ചെയ്തത് അവിടുത്തെ അമുസ്ലിങ്ങളുണ്ടായിരുന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ നടന്ന യുദ്ധമേ അല്ല ബദർ, അല്ലെങ്കിൽ ഒരു യുദ്ധവും. ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്ന സംഗതി. മുഹമ്മദ് നബിയുടെ ഇറക്കിയതാണത്. അത് വിശാലമാണ്, പഠിക്കാൻ എല്ലാവർക്കും ഗ്രഹിക്കും. അത് സാഹിത്യകാരനോ പണ്ഡിതനോ ഒന്നും ആകേണ്ടതില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അത് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന വേദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.